കലാപകാരികൾ ചിലപ്പോൾ വിശ്വാസികളും ആധ്യാത്മിക പ്രവർത്തകരും സന്യാസിമാരുമായി മാറാറുണ്ട്. ചില കലാപങ്ങൾ അടിച്ചമർത്താൻ ശ്രമിച്ചവരും ചിലപ്പോൾ ആധ്യാത്മിക മാർഗത്തിൽ വന്നതായി കാണാം. കലാപത്തിൻ്റെ വഴി വിട്ട് സന്യാസത്തിൻ്റെ വിശ്വാസത്തിൻ്റെ വഴിയിലൂടെ നടന്നവരിൽ ഒരാളായിരുന്നു അരബിന്ദോ. അരബിന്ദോയായിട്ട് ഞാൻ താരതമ്യപ്പെടുന്നില്ലെങ്കിലും ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിൽ ജയിലിൽ പോയി കഴിഞ്ഞ് ആധ്യാത്മിക പ്രവർത്തനം തുടങ്ങി വെച്ച ആളാണ്. ഇപ്പോൾ അത് തുടർന്നു പോരുന്ന ആളാണ് നമ്മുടെ ഇന്നത്തെ അതിഥി പി എൻ ദാസ്. പി എൻ ദാസ് ഈ കലാപത്തിൻ്റെ ശാരീരികമായ തീവ്രവാദത്തിൻ്റെ വഴി വിട്ടതെന്ന ആ ഒരു മൂവ്മെൻറ്റുമായിട്ട് ബന്ധമുണ്ടായിരുന്നു മാത്രമേ ഉള്ളൂ. അതിൻ്റെ രാഷ്ട്രീയ തീവ്രവാദ പ്രസ്ഥാനമായിട്ട്. അതെ അതെ, അതിൽ തന്നെ അത്തരത്തിലുള്ള ഈ അക്രമത്തിൻ്റെ ആ രീതികളോടൊക്കെ മുഴുവനായിട്ട് യോജിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷെ അതോടൊപ്പം തന്നെ ഒരു മാറ്റം ആവശ്യമാണെന്നുള്ള ഒരു തോന്നലുണ്ടായിരുന്നു. എവിടെയാണ് ഈ പിടിക്കപ്പെട്ടത്? എന്തിനാണ് പിടിക്കപ്പെട്ടത്? പിടിക്കപ്പെട്ടത് അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് സ്റ്റേഷൻ ആക്രമണം നടന്നല്ലോ കായണ്ണയിൽ വെച്ചിട്ട്. അതിലുള്ളൊരു മുഖ്യ പ്രതിയെ കിട്ടാൻ വേണ്ടിയുള്ള ഇതിലാണ് അദ്ദേഹമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ പേരിൽ. ആരായിരുന്നു മുഖ്യപ്രതി? അത് പി കെ ദാമോദരൻ മാഷായിരുന്നു. അതെ, അദ്ദേഹം ദാസിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു സഹചാരിയായിരുന്നു. അതെ, അദ്ദേഹമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. എമർജൻസിയിൽ മരിച്ചുപോയ രാജനൊക്കെ ഇതുമായിട്ട് ബന്ധമുണ്ടായിരുന്നതാണ്. നിങ്ങൾ തമ്മിൽ പരിചയം ഉണ്ടായിരുന്നോ? പരിചയം ഉണ്ടായിരുന്നില്ല. രാജൻ്റെ കൂട്ടുകാരൻ ജോസഫ് ചാലി ഞങ്ങളുടെ കൂടെ ജയിലുണ്ടായിരുന്നു. ചാലിയിൽ നിന്നാണ് രാജനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾ അറിയുന്നത്. രാജൻ കൊല്ലപ്പെട്ട വിവരങ്ങളൊക്കെ അറിയുന്നത് ജയിലിൽ വെച്ചാണ്. അതെ അതെ. അപ്പോൾ എന്തിനാണ് ദാസിനെ അറസ്റ്റ് ചെയ്തത്? അറസ്റ്റ് ചെയ്തിരുന്നത് ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് പ്രസക്തി എന്ന എവിടെയാണ് പഠിച്ചിരുന്നത്? പട്ടാമ്പി സംസ്കൃത കോളേജിലാണ് പഠിച്ചത്. സംസ്കൃതം പഠിക്കായിരുന്നു? അതെ, സംസ്കൃതം പഠിക്കായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ഞങ്ങൾ കെ ജി ശങ്കരപ്പിള്ള, സച്ചിദാനന്ദൻ എന്നിവരെല്ലാം ചേർന്ന് ഞങ്ങൾ പ്രസക്തി എന്നൊരു മാസിക ഇറക്കിയിരുന്നു. അത് സാധാരണ നിലനിൽക്കുന്ന ഈ ഔദ്യോഗിക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ഒരു വിപ്ലവ ചായവുള്ളൊരു പത്രമായിരുന്നു, ഒരു മാഗസിനായിരുന്നു. നമ്മുടെ തീവ്രവാദ പ്രസ്ഥാനത്തിൻ്റെ ഒരു അതിനോടൊക്കെ അനുഭവം പ്രകടിപ്പിക്കുന്ന കൃത്യമായ ലൈനൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് വിപ്ലവ സംസ്കാരത്തോട് താല്പര്യമുള്ളൊരു മാഗസിനായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഞാൻ സജീവമായിട്ട് പങ്കെടുത്തിരുന്നു. അതിനെ തുടർന്നാണ് എമർജൻസി പ്രഖ്യാപിച്ച അവസരത്തിൽ ഈ ദാമോദരൻ മാഷായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഒരു മാസത്തോളം ഞാൻ ദാമോദരൻ മാഷ് ഈ കായണ്ണ പോലീസ് ആക്രമണത്തിൽ പ്രതിയായിരുന്നു. അതെ അതെ, അതിന് നേതൃത്വം കൊടുത്ത ആളാണ്. അതെ അതെ. ഇപ്പോൾ എവിടെയുണ്ട് ദാമോദരൻ മാഷ്? ഇപ്പോഴദ്ദേഹം കൊയിലാണ്ടിക്കടുത്ത് വീട്ടിൽ താമസിക്കണേന്ന്. സജീവമായിട്ട് ഒന്നിലും തീവ്രവാദത്തിൽ നിന്നെല്ലാം വിട്ടുപോയി. അതെ, വിട്ടു. എല്ലാ വാദങ്ങളും വിട്ടുപോയി. എല്ലാ വാദങ്ങളും വിട്ടുപോയി. ദാസ് ഇതുമായിട്ടുള്ള ബന്ധം ഇപ്പോഴും നിലനിർത്തുന്നോ? ഇല്ലില്ല, ഇപ്പോഴും അങ്ങനെ അദ്ദേഹം ഒന്നിലോടും താല്പര്യമില്ലാതെ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് ബന്ധപ്പെടാറില്ല. അത് ജയിൽവാസത്തിന് ശേഷിച്ചു. എത്ര കാലം ഉണ്ടായി ജയിലിൽ ദാമോദരൻ? ജയിലിൽ അദ്ദേഹം ഒരു 3-4 വർഷത്തോളം ഉണ്ട്. അത്രേ ഉള്ളൂ. അപ്പം ഈ പൂർണ്ണമായിട്ടുള്ള ശിക്ഷ ഉണ്ടായില്ല? ഇല്ല. അതിൽ മരണം ഉണ്ടായി? പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ ഇല്ലല്ല, മരണം കൊലപാതകം ഉണ്ടായില്ല? ഇല്ല. ദാസിന് പങ്കെന്തായിരുന്നു അതിൽ ആക്രമണത്തിൽ? എനിക്കതിൽ പ്രത്യേകിച്ച് പങ്കൊന്നും ഉണ്ടായിരുന്നില്ല. എന്നെ അന്ന് മിസ പ്രകാരമാണ് അറസ്റ്റ് ചെയ്യുന്നത്. അതായത് ആഭ്യന്തര സുരക്ഷിതത്വത്തിന് ഭീഷണിയായിരിക്കുന്ന ഒരാൾ കരുതൽ തടങ്കൽ. അതെ, ആ നിയമം ഉപയോഗിച്ച് ശിക്ഷയല്ല, കരുതൽ തടങ്കലായിരുന്നു. മിസ പ്രകാരമായിരുന്നു. അപ്പോൾ അവിടെ നിന്നുള്ള അനുഭവങ്ങളാണ്. ഏത് ജയിലിലാണ്? കണ്ണൂർ സെൻട്രൽ ജയിലിലായിരുന്നു. എത്ര കാലം? 1 വർഷം. അവിടെ വെച്ചാണോ ഈ പുനരാലോചന വന്നത്? അവിടെ വെച്ചിട്ട് ഒരുപാട് ചിന്തിക്കാനുള്ള അവസരം ഉണ്ടായി. കാരണം രാത്രിയിൽ പൂർണ്ണമായിട്ടുള്ള ഇരുട്ട് മുറിയിലാണ് നമ്മൾ കഴിയുന്നത്. നമ്മളുടെ സെല്ലുകളൊന്നും വെളിച്ചമില്ല. എല്ലാം ഒറ്റയാണോ അതോ ആളുകൾ? ഓരോ സെല്ലുകളിൽ അന്ന് പക്ഷേ ആൾ കൂടുതലുണ്ടായിരുന്നുണ്ട്. 3-4 പേരുണ്ടായിരുന്നു. അപ്പോൾ സന്ധ്യ കഴിഞ്ഞ് നമ്മൾ ജയിലിൽ അടയ്ക്കപ്പെട്ട് കഴിഞ്ഞാൽ നേരം വെളുക്കുന്നവരെ അവിടെ ഇങ്ങനെ ഇരിക്കണം, വായിക്കാൻ കഴിയില്ല. നമുക്ക് കൂടുതലായിട്ട് എല്ലാ കാര്യങ്ങളും ചിന്തിക്കാൻ, ഓർക്കാൻ, വിലയിരുത്താനൊക്കെ സാധിക്കുമായിരുന്നു. പശ്ചാത്താപം ഉണ്ടായിരുന്നില്ല. ഇതിനോടുള്ള ഇതിൻ്റെ പേരിൽ ഇങ്ങനെ സംഭവിച്ചില്ല എന്നുള്ളൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നില്ല. എന്നുവെച്ചാൽ ജീവിതം എന്ന് പറയുന്നത്
വെറും കമ്മ്യൂണിസം കൊണ്ട് മാത്രം പരിഹരിക്കാൻ പറ്റുന്നൊരു വിഷയമല്ല. ജീവിതത്തിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ ചേർന്നതാണെന്ന് മനസ്സിലായി. അതിടയ്ക്കാണ് ഞങ്ങളുടെ ബ്ലോക്കിൻ്റെ തൊട്ട് മുമ്പിൽ വധശിക്ഷയ്ക്ക് കാത്തിരിക്കുന്ന തടവുകാരെ പറപ്പിക്കുന്നൊരു ബ്ലോക്കാണ്. അപ്പോൾ ആ ബ്ലോക്ക് നമ്മളുടെ മുറിയിൽ നോക്കിയാൽ നേരെ കാണുന്ന തരത്തിലായിരുന്നു. എത്ര പേരുണ്ടായിരുന്നു അവിടെ? അവിടെ ഒന്നൊരൊറ്റയാൾ വധശിക്ഷ കാത്തു കഴിഞ്ഞിരുന്നു. അതെ. ആരാ? അദ്ദേഹത്തിൻ്റെ പേരറിഞ്ഞൂടെ. ഒരു ദിവസം ഒരു പ്രത്യേക സംഭവം ഉണ്ട്, അത് വല്ലാതെ സ്ട്രൈക്ക് ചെയ്തൊരു സംഭവമായിരുന്നു. അദ്ദേഹം ഒരു ദിവസം രാവിലെ തൻ്റെ പായയും പാത്രങ്ങളും ഇതൊക്കെ ആയിട്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ അന്നാണ് അദ്ദേഹത്തെ ആദ്യമായിട്ട് പുറത്തേക്ക് കാണുന്നത്. അദ്ദേഹം ഇങ്ങനെ ഒരു എന്തെന്നില്ലാത്തൊരു ആനന്ദത്തിൽ ഇങ്ങനെ വട്ടം ചുറ്റി കളിക്കുന്ന മാതിരി ഇങ്ങനെ പ്രപഞ്ചത്തോടൊക്കെ ഇങ്ങനെ ഒരു വല്ലാത്തൊരു കൃതജ്ഞതയോടുകൂടി ഇങ്ങനെ നടന്നു പോകുന്ന മാതിരിയാണ് തോന്നുന്നത്. ഞങ്ങൾക്ക് ഇതെന്തോ മാനസികമായിട്ട് എന്തോ പ്രശ്നമായോ ഒന്ന് മരണം ഭയന്നുകൊണ്ട്. അതെ. അപ്പോൾ കൂടെയുള്ളൊരു പോലീസുകാരന് പിന്നെ പറഞ്ഞു, അയാളെ ജീവപര്യന്തം ശിക്ഷയാക്കി മാറ്റി. വധശിക്ഷയിൽ നിന്ന് ജീവപര്യന്തത്തിൽ വന്നപ്പോഴുള്ള സന്തോഷമാണ്. കാരണം അത്രയും കാലം സന്തോഷം വിശ്വസിക്കാൻ കഴിയാം. അതെ, അയാൾക്ക് സന്തോഷമാണ്, എന്തെന്നില്ലാത്തൊരു അവിശ്വസനീയമായിരിക്കുന്നൊരു അവസ്ഥയാണ്. അപ്പോൾ അതിൽ അദ്ദേഹം ഇങ്ങനെ പോകുമ്പോഴുണ്ടായിരുന്ന ഒരു ജീവിതത്തിൻ്റെ നേരെയുള്ള കൃതജ്ഞതയുണ്ടല്ലോ, ഈ പ്രപഞ്ചത്തോടൊക്കെയുള്ള ഒരു ആദരവ്, അത് തന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. നമ്മുടെ പ്രകീർത്തിക്കപ്പെട്ട ഒരു സിനിമ, ഈ എല്ലാവരും എഴുതി തള്ളിയിരുന്ന ഒരാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അയാൾക്കുണ്ടാവുന്ന അനുഭവം വളരെ ക്രൂരമായതുകൊണ്ട് മരിക്കുന്ന കഥ കൂടി ഉണ്ട് കേട്ടോ. അതുണ്ടാവും. പക്ഷെ അയാളെ സംബന്ധിച്ചിടത്തോളം അത് വലുതായിരുന്നു. അതെ, ജീവിതം തിരിച്ചു കിട്ടുന്ന ആൾക്കത് ഏറ്റവും വലുതാണല്ലോ. അപ്പം അതിൽ നിന്നൊരു വലിയൊരു പാഠം പഠിച്ചു. ജീവിതം വളരെ വിലപ്പെട്ടതാണ്, അത് ആർക്കും നശിപ്പിക്കാനുള്ള അവകാശമില്ല എന്നുള്ളത്. അത് വലിയൊരു ഉൾക്കാഴ്ചയായിരുന്നു. പിന്നെ ജയിലിൽ നിന്ന് വിട്ടതിന് ശേഷമാണ് വ്യത്യസ്തമായിരിക്കുന്ന ഏരിയകളിലേക്ക്, കമ്മ്യൂണിസം കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത മനുഷ്യൻ്റെ പ്രശ്നങ്ങളുണ്ടല്ലോ, അതിലേക്കെല്ലാം പോകാനുള്ള താല്പര്യം ഉണ്ടായത്. അതിൽ നിന്നാണ് ധ്യാനത്തിൻ്റെയൊക്കെ വഴിയിലേക്ക്. അതെങ്ങനെയാണ് ഈ ജയിലിൽ നിന്ന് പുറത്ത് വന്ന വഴിക്ക് പുതിയ ജോലി ഉണ്ടാവുക, ഉപജീവന മാർഗം ഉണ്ടാവുക, അതായിരുന്നില്ല ആദ്യത്തെ അന്വേഷണം? അതെ, അല്ല, ഞാൻ സസ്പെൻഷനിലായിരുന്നു കോളേജിൽ നിന്ന്, സ്കൂളിൽ നിന്ന്. ഓക്കെ. ഞാൻ സ്കൂളിൽ മാഷായിട്ട് വർക്ക് ചെയ്യായിരുന്നപ്പോഴേ. എവിടെ? അവിടെ എലത്തൂർ CMC ബോയ്സ് ഹൈസ്കൂളിൽ സംസ്കൃതം ടീച്ചറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അത് തിരിച്ചു കിട്ടി? അത് തിരിച്ചു കിട്ടി. പിന്നെ അയാളുടെ മാരേജ് ചെയ്തു. അങ്ങനെ ജീവിതം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ചുറ്റളവിൽ എങ്ങനെ നിൽക്കുമ്പോഴേ എന്നാലും ഒരു ഉൾവിളി പോലെ ഇതിലേക്ക് ഒരു ക്രമാനുഗതമായിട്ടുള്ള ഒരു പ്രക്രിയ ആയിരുന്നോ, അതോ ഒരു ദിവസം? ഇല്ല, ക്രമാനുഗതമായിട്ടിരിക്കുന്നൊരു പ്രക്രിയ തന്നെയായിരുന്നു. ജീവിതത്തിൻ്റെ ഒരു നഷ്ടപ്പെട്ട മീനിങ് ഉണ്ടല്ലോ, അത് തേടിയിട്ടുള്ളൊരു മനസ്സുകൊണ്ടുള്ളൊരു പോക്കായിരുന്നു.